തദ്ദേശ വാർഡ് പുനർവിഭജനവുമായി ബന്ധപ്പെട്ട് ഡീലിമിറ്റേഷൻ കമ്മീഷൻ നടത്തുന്ന സിറ്റിംഗ് പ്രഹസനമെന്ന് UDF ജില്ലാ നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജില്ലയിലാകെ 1379 പരാതികൾ കമ്മീഷന് മുമ്പാകെ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇവ നീതിപൂർവ്വം കേൾക്കാൻ കമ്മീഷന് കഴിഞ്ഞില്ലെന്നും പരാതിക്കാരന് 1 മിനിറ്റിൽ താഴെ സമയം മാത്രമാണ് അനുവദിച്ചതെന്നും നേതാക്കൾ പറഞ്ഞു. കമ്മീഷന്റെ ഏകപക്ഷീയമായ നടപടികൾക്കെതിരെ ശക്തമായ ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. ഇതൊരു കാരണവശാലും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല. കാരണം ഇത് ജനാധിപത്യത്തെ തകർക്കുന്ന രീതിയിൽ കള്ളവോട്ടുകൾ ഒരു ഭാഗത്ത് നടക്കും, അത് വേറെ. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ അശാസ്ത്രീയമായ ഒരു വാർഡ് വിഭജനത്തോടു കൂടി ജനാധിപത്യ മര്യാദകളെ എല്ലാം തകിടം മറിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമാക്കി ഇതിനെ മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് നീതിപൂർവമായ നിലപാട് അധികാരികളുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എങ്കിൽ നമുക്ക് ശക്തമായ മറ്റു രീതിയിലുള്ള നിയമപരമായ കാര്യങ്ങളോടൊപ്പം തന്നെ നിയമപരമായി നമ്മളത് നേരിടും. ഒപ്പം തന്നെ നമുക്ക് മറ്റ് മാർഗങ്ങളിലൂടെ തന്നെ കടന്നു പോകേണ്ടതായിട്ട് വരും എന്നാണ് ഇന്നത്തെ ഇവിടെ നടന്ന ഈ ഹിയറിംഗിലൂടെ നമുക്ക്. വാർഡ് വിഭജനം യഥാർത്ഥത്തിൽ ഇല്ല എന്ന് പറയുകയും തുടക്കത്തിൽ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഒരു വാർഡുകൾ കൂട്ടിച്ചേർക്കുക എന്നുള്ള ഒരു പൊതു സമീപനം സർക്കാർ സ്വീകരിക്കുകയും ചെയ്തപ്പോൾ തന്നെ എല്ലാ വാർഡുകളെയും ബന്ധപ്പെടുത്തിയും ഡിവിഷനുകളെ ബന്ധപ്പെടുത്തിയും വിഭജനം വരും എന്ന് എല്ലാം പറഞ്ഞു. അത് തന്ത്രപൂർവ്വം ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഉപയോഗപ്പെടുത്തി തങ്ങൾക്ക് അനുകൂലമാക്കി തെരഞ്ഞെടുപ്പ് മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് സർക്കാർ. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി, മുൻ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ, DCC ഭാരവാഹികളായ മനോജ് കുവേരി, T ജയകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ, കണ്ണൂർ.